ലവ് യു ടീച്ചർ എപ്പിസോഡ് 4ന്റെ എക്സ്പ്ലനേഷനുമായിട്ട് അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ സ്കൂളാണ് കാണിക്കുന്നത്. നമ്മുടെ പോപ്മെക്ക് ആണെങ്കിൽ ഒരു ഗിറ്റാർ പ്ലേ ചെയ്യുന്ന വീഡിയോ ഓണാക്കി സണ്ണിന് മുമ്പിൽ ഇരിക്കുവാണ്. സണ്ണാണ് ഇതൊന്ന് തേങ്ങ കാണിക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് ലാസ്റ്റ് ഉറക്കം വന്നിട്ട് ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ടീച്ചേഴ്സിനും, അതായത് പ്രിൻസിപ്പാലിനും ജിക്കും പോപ്മെക്കിനും ഒരു സമാധാനമാണ്, ഭാഗ്യം ഉറങ്ങിയല്ലോ എന്ന്. പക്ഷെ സ്പോട്ടിൽ തന്നെ നമ്മുടെ സണ്ണ് ചാടി എഴുന്നേറ്റ് പറ്റിച്ചെന്ന് പറഞ്ഞ് വരുവാണ്. ആൻഡ് ഇവർക്ക് മനസ്സിലായി ഇവരുടെ പ്ലാൻ അവിടെ ഫ്ലോപ്പായി. ആൻഡ് നമ്മുടെ സണ്ണ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇപ്പം എന്നെ ഉറക്കാൻ നോക്കുന്നത്? നിങ്ങൾ മാമന്മാർക്കും മാമിമാർക്കെല്ലാം എന്താ പ്രശ്നം, എന്താ കാര്യം എന്നോട് പറയാന്ന് പറയുമ്പോൾ ഇവർ സണ്ണിനോട് പറയാം ക്ലാസ്സിൽ പോകാൻ. ബട്ട് സണ്ണ് ക്ലാസ്സിൽ പോകുന്നില്ല. ഇവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇവർ ഉത്തരം പറയുന്നില്ല. നീ ക്ലാസ്സിൽ പോ എന്ന് പറഞ്ഞിട്ട് അവനെ ക്ലാസ്സിലേക്ക് ഓടിച്ച് വിടുവാണ്. ആൻഡ് ഇവരിവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുവാണ്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിന്റെ ആ ഒരു CD നമുക്കൊന്ന് റിപ്പയർ ചെയ്യാൻ കൊടുത്താലോ എന്ന്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ആ CD-യിലെ പോപ്മെക്കിന്റെ പാട്ട് കേൾക്കുമ്പോഴാണ് സണ്ണ് സോളാറായിട്ട് മാറുന്നത്. ആൻഡ് നമ്മുടെ പോപ്മെക്കിന്റെ കയ്യിൽ നിന്ന് തന്നെ ആ CD പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് റിപ്പയർ ആക്കാൻ കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ പ്രിൻസിപ്പാൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജി പറയുന്നുണ്ട്, അതൊന്നും നടപടിയാവുന്ന കേസാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, CD നേരെയാക്കി തന്നാൽ ആ പാട്ട് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പഴയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോപ്മെക്ക് പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ കഷ്ടകാലം എല്ലാം ഈ ഗൂഗിൾ മാപ്പും പിടിച്ച് എങ്ങനെ കറക്റ്റ് എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ വരുന്നത് എന്നൊരു രീതിയിൽ നമ്മുടെ പോപ്മെക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ആ ടൈമിൽ തന്നെ നമ്മുടെ പ്രിൻസിപ്പാളും ജിയും പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, അറ്റ്ലീസ്റ്റ് നിനക്ക് കമ്പനിയായിട്ട് നമ്മളെങ്കിലും ഇല്ലേ, നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, അതൊരുത്ത് നീ സമാധാനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പാൾ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നത്, ടീച്ചേഴ്സിനും സ്റ്റാഫിനും വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പാൾ നടന്നു പോവാണ്. ഇനി ഇതെന്ത് പൊല്ലാപ്പാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിയും പോപ്മെക്കും കൂടെ നടന്നു പോകുന്നുണ്ട്. ഈ ടൈമിൽ സർവ്വക്കല്ലിന്റെ മണ്ടയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ഒന്നിനെ പോലെ ഒരു തല നമുക്ക് കാണാം. അതായത് നമ്മുടെ സണ്ണ് അവിടെ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവർക്ക് എന്തിനാണ് സണ്ണിനെ ഓർക്കാൻ നോക്കിയെന്നുള്ളതിന്റെ ഉത്തരമെല്ലാം സണ്ണിനെ അപ്പോൾ അവിടെ കിട്ടി. ഇവിടെ സീൻ കട്ട് ചെയ്യുവാണ്. ആൻഡ് അടുത്ത സീന് പ്രിൻസിപ്പാളിന്റെ മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. മീറ്റിംഗിൽ എല്ലാ ടീച്ചേഴ്സും വന്നിട്ടുണ്ട്. ആൻഡ് പ്രിൻസിപ്പാൾ അവിടെ നിന്ന് പറയുവാണ്, ഇന്ന് ഞാനിവിടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ഒരു ഡേ സെലിബ്രേഷന്റെ കാര്യം പറയാനാണ്. ആൻഡ് ഈ ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ടീച്ചേഴ്സ് ഒരിക്കലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ ടീച്ചേഴ്സിനെല്ലാം പരസ്പരം ഇത് എന്തിനെ പറ്റി പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, അതായത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇംഗ്ലീഷ് പ്ലേ ഡേ അങ്ങനെ പറയുന്നുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് ഡ്രാമ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ക്യാരക്ടറിനെ വെച്ചിട്ട് ഇവരൊരു ഡ്രാമ പിള്ളേരെ കൊണ്ട് കളിപ്പിക്കണം. അതാണ് ഈ ഇംഗ്ലീഷ് ഡ്രാമ ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇതിനെന്താ പ്രശ്നം? അപ്പോൾ പറയുന്നു, പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ക്ലാസ് 1 and 2 ആണ്. അതായത് ടീച്ചർ സോളാറിന്റെ ക്ലാസ് ആണ്, സോളാറിന് വയ്യ, അതുകൊണ്ട് തന്നെ ആ ക്ലാസ് ഒരാൾ ഏറ്റെടുക്കണം. അപ്പം അതിന് ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോപ്മെക്ക് വേഗം കൈവക്കിയിട്ട് പറയാണ്, നമുക്ക് ഈ പ്ലേ ക്യാൻസൽ ആക്കിക്കൂടെ, ഇത് നടത്താണ്ടിരുന്ന പ്രശ്നം തീർന്നില്ലേന്ന്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പ്രിൻസിപ്പാൾ പറയുവാണ്, അതൊരിക്കലും പറ്റില്ല, എനിക്ക് പണ്ട് സംഭവിച്ചത് പിന്നെയും സംഭവിക്കാൻ താല്പര്യമില്ല എന്ന്. അപ്പോൾ ഇവരൊക്കെ എന്ത് പണ്ട് സംഭവിച്ചു? അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അതായത് നമ്മുടെ പ്രിൻസിപ്പാൾ ഇവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ടൈം പുള്ളിക്കായിട്ട് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ നോക്കാൻ പോകുമ്പോൾ ആദ്യ ഒരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ കാണുന്നത് പിള്ളേരെല്ലാം സമരം ഇരിക്കുന്നതാണ്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേ ഡേ തിരിച്ചു വേണം, നമുക്ക് നമ്മുടെ ഡ്രാമ ചെയ്യണം, അതുകൊണ്ട് ജസ്റ്റിസ് ഫോർ അവർ പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ പ്ലക്കാർഡൊക്കെ ഉണ്ടാക്കി അവിടെ ഇന്ന് സമരം ചെയ്യുന്നതാണ്. ആൻഡ് അവിടെ നേരെ തിരിച്ച് നമ്മുടെ പ്രസന്റിലേക്ക് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അതുപോലെ കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് എന്തായാലും ഇത് നടത്തിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ദെൻ സോളാറിന്റെ ക്ലാസ് ഏതെങ്കിലും ഒരാൾ എടുക്കുകയും ചെയ്യണം. അത് ആരെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ആരും കൈ പൊക്കുന്നില്ല, കാരണം അത്ര കുരുത്തം കെട്ട പിള്ളേരെ ക്ലാസ്സിലുള്ളത്. ദെൻ ആ ടൈമിൽ നമ്മുടെ പോപ്മെക്ക് കൈ പൊക്കുവാണ്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പോപ്മെക്ക് നോക്കിയിട്ട് ഒറ്റ ചിരിയിരിക്കുവാണ്. ഇമാതിരി അവസരത്തിനാണോ അവൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് എല്ലാം കളിയാക്കി വിടുന്നുണ്ട്. പോപ്മെക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്, ടീച്ചർ സോളാറിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നു, നിന്റെ കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല, ഒരു കാര്യമാക്കാം, ജിയും കൂടെ നിന്റെ കൂടെ നിൽക്കട്ടെ, നിങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്തോ. അപ്പോൾ അമ്മയ്ക്കിന് ഇപ്പം ജീനോട് വലിയ പ്രശ്നമൊന്നുമില്ലേ, അവന് ഹാപ്പിയാണ് ജി കൂടെ നിൽക്കുന്നതിൽ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ 2 ക്ലാസ്സിൻ്റെയും ചാർജ് ഏറ്റെടുക്കുവാണ്. ആൻഡ് പ്രശ്നം അതൊന്നുമല്ല, നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, നിങ്ങൾ ഷെഡ്യൂൾ നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ, ഇത് കുട്ടികളുടെ ഉള്ളിലെ കഴിവിനെ പുറത്തു കൊണ്ടുവരാനാണ്, അതുകൊണ്ട് ഡയറക്ടർ എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയ്ക്ക് തന്നെയുള്ള ഒരാളായിരിക്കണം ഈ ഒരു പ്ലേ ഡയറക്ട് ചെയ്യേണ്ടത്, അത് പിള്ളേർ തന്നെ ചൂസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോളാറിന്റെ ക്ലാസ്സിൽ സോളാർ സണ്ണായിട്ടുണ്ടല്ലോ, അപ്പോൾ സണ്ണ് എന്ന് പറയുന്നത് പിള്ളേരുടെ ഇടയ്ക്കുള്ള ഒരാളാണ്. ആൻഡ് സണ്ണിനെ പിള്ളേർ വിളിച്ച് ഡയറക്ടർ ആക്കിയാൽ അത് ഭയങ്കര പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് അവിടെ. അപ്പം നമ്മുടെ പോപ്മെക്ക് പറയുന്നുണ്ട്, സണ്ണിന്റെ ആരോട് നിങ്ങൾ പേടിക്കേണ്ട, ഒരു കോലുമുട്ടായി തീരാവുന്നതേ ഉള്ളൂ, അവൻ അവിടെ കിടന്ന് കുറച്ചു നേരം പിണങ്ങിയിരിക്കും, കോലുമുട്ടായി കൊടുക്കുമ്പോൾ അവൻ അവിടെ വായടച്ച് മിണ്ടാണ്ടിരുന്നോളൂ, അവനെ ഞാൻ മരിക്കുന്ന കാര്യം എനിക്കറിയാം, ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് വീണ്ടും നമ്മളൊരു കുഞ്ഞുതല കാണുന്നു. കുഞ്ഞുതല അല്ല, കുറച്ച് ഇച്ചിരി വലിയ തലയാണ് കാണുന്നത്. നമ്മുടെ സണ്ണ് അവിടെ നിന്ന് ഇത് ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. ഓൾസോ അവൻ്റെ മൈൻഡ് വോയിസ് എന്താണെന്ന് വെച്ചാൽ, കള്ള മാമ, ഒരു കോലുമുട്ടായി എന്ന് നിങ്ങൾ എന്നെ ഒതുക്കാൻ നോക്കിയതല്ലേ ഇതിനായിരുന്നല്ലേ എന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് അവിടെയും സീൻ കട്ട് ചെയ്യുവാണ്. ഇവിടുന്ന് സീൻ നേരെ ക്ലാസ് റൂമിലേക്ക് പോകുന്നു. ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു കൊച്ചു പറയാണ്, അങ്ങനെ ഞങ്ങൾ ഡയറക്ടറിനെ തെരഞ്ഞെടുത്തു, ഞങ്ങളുടെ ഡയറക്ടർ എന്ന് പറയുന്നത് സണ്ണാണ്. സോ ആ ടൈമിലാണ് നമ്മുടെ പോപ്മെക്കും ജിയും ഒന്ന് ഞെട്ടുന്നുണ്ട്. ആൻഡ് പോപ്മെക്ക് നമ്മുടെ സണ്ണിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പരിപാടിയാണ് ഒപ്പിച്ച്, നീ പിള്ളേരെ എങ്ങനെ കൺവിൻസ് ചെയ്തതെന്ന്. സോ അവിടെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്.
അതായത് ഈ പേരും പറഞ്ഞ് ക്ലാസ്സിലെ പിള്ളേർ തമ്മിൽ അടി കൂടുവാണ്. അതായത് കിങ് എന്ന് പറയുന്ന ഒരു ചെക്കൻ മുന്നേ വന്നിട്ട് പറയുവാണ്, നമുക്ക് എന്നെ ഡയറക്ടർ ആക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡ്രാമ അല്ലെങ്കിൽ പ്ലേ എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് ആയിരിക്കും. സോ എൽസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, നമ്മുടെ ഷിപ്പൊക്കെ ചെയ്യുന്ന പെൺകുച്ചില്ലേ, അവള് പറയുവാണ്, ഇല്ല ഈ അടിയും പിടിയൊന്നും നടക്കൂല, നമുക്ക് സ്നോ വൈറ്റിന്റെ കഥ എടുക്കാന്ന്. അതിന്റെ പേരിൽ ഇവർ രണ്ടും അടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സണ്ണ് കയറി വന്നിട്ട് പറയുവാണ്, കിങ്ങിന്റെ ഐഡിയയും കൊള്ളാം, എൽസയുടെ ഐഡിയയും കൊള്ളാം, എന്നെ നിങ്ങൾ ഡയറക്ടർ ആക്കുവാണെങ്കിൽ രണ്ടുപേർക്കും ഡിസപ്പോയിന്റഡ് ആവാത്ത രീതിയിൽ ഞാൻ ഒരു പുതിയ പ്ലേ സെറ്റ് ആക്കും. നമ്മുടെ പ്ലേയുടെ പേരാണ് അത് സ്നോ വൈറ്റ് ആൻഡ് 7 അവഞ്ചേഴ്സ് എന്ന് പറയുവാണ്. അപ്പൊ പിള്ളേർക്കെല്ലാം ഇംപ്രസ് ആവുന്ന, പിള്ളേരെല്ലാം ഓക്കെ നമ്മുടെ ഡയറക്ടറായിട്ട് സണ്ണ് മതി എന്ന് പറയുന്നു. ദെൻ അവിടെ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് തിരിച്ച് പ്രസന്റിലേക്ക് വരുവാണ്. പിള്ളേരാണെങ്കിൽ ഒറ്റ കാലം നിൽക്കുവാണ്, സണ്ണ് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ പോപ്മക്ക് പറയുന്നുണ്ട്, സണ്ണ് ഡയറക്ടറായി ശരിയാവില്ല, കാരണം സണ്ണ് ഇന്ന് ക്ലാസ്സിൽ വരുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് എന്താക്കാം, ഒരു കാര്യം ചെയ്യാം, വേറെ ആരെങ്കിലും എടുക്കാം. പക്ഷെ പിള്ളേരൊന്നും സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജിയും പറയുന്നുണ്ട്, പിള്ളേർക്കെല്ലാം ഓക്കെ അല്ലേ, എന്നാ പിന്നെ നമ്മുടെ സണ്ണ് തന്നെ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ പോപ്മക്ക് പറയുന്നുണ്ട്, കർത്താവ് എടുത്ത് വെച്ചതിനേക്കാളും വലിയൊരു കുരിശാണ് ജി നീ ഇപ്പൊ എടുത്ത് തല വെക്കാൻ പോകുന്നത്, ഇത് വേണ്ട, ഇവന്മാര് പറയുന്ന കേൾക്കാൻ നിൽക്കണം എന്ന് പറയുമ്പോൾ പിള്ളേർ പണ്ടത്തെ ആ സമരമുറ തന്നെ പുറത്തെടുക്കുവാണ്, നമുക്ക് സണ്ണ് മതി സണ്ണ് മതി സണ്ണ് മതി എന്ന് പറഞ്ഞിട്ട്. ആ ടൈമിൽ നമ്മുടെ സണ്ണ് അടുത്തേക്ക് എന്നിട്ട് പോപ്മക്കിനോട് പോപ്മക്ക് അടിച്ച ഒരു ഡയലോഗ് തന്നെ തിരിച്ചടിക്കുന്നുണ്ട്, ഇന്ന് അങ്കിൾ ഈ ലോലിപോപ്പും അണ്ണാക്കിൽ കുത്തിക്കയറ്റിയ മൂലയ്ക്കും ഉണ്ടായിരിക്കും, ഈ കാര്യം ഞാൻ ഏറ്റുന്നു. പിള്ളേരുടെ വാശി കാരണം നിവർത്തിയില്ലാണ്ട് നമ്മുടെ പോപ്മക്കിനെ സമ്മതിക്കേണ്ടി വന്നു. ദെൻ ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് പോപ്മക്ക് ആണെങ്കിൽ ഇങ്ങനെ വരാൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ അവിടെ ഇരുന്നിട്ട് പിള്ളേരുടെ അടുത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പോപ്മക്ക് അതിങ്ങനെ ക്ലാസ്സിന്റെ ഒരു ഡോറിന്റെ അടുക്കൂടി ഞാൻ നോക്കാൻ പോയപ്പോൾ തന്നെ ഒരു കൊച്ചു വന്നിട്ട് ഒരു പേപ്പർ അവിടെ ഒട്ടിക്കുകയാണ് കാണാതിരിക്കാൻ. ഞാൻ നേരെ പോപ്മക്ക് ഇവന്റെ ക്ലാസ്സിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ നമ്മുടെ ജി ക്ലാസ്സിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആൻഡ് പിള്ളേര് ജിക്ക് വേണ്ട സെറ്റിംഗ് ഒക്കെ എങ്ങനത്തെ രീതിയിലാണ് ഇട്ട് കൊടുക്കണേ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ജി പറഞ്ഞ എന്തോ അബീര് പോലത്തെ സാധനം നെയ്മർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേര് തന്നെ നല്ല വേർഡാണ്, പക്ഷെ കുഴപ്പമില്ല, പിള്ളേരുടെ ക്രിയേറ്റിവിറ്റിക്ക് കൊള്ളാന്ന് പറഞ്ഞിട്ട് ജി ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. ആൻഡ് പോപ്മക്ക് എന്താക്കി, ഇവന്മാർ എന്നെ തേങ്ങയെ കാണിക്കുന്ന അറിയാൻ വേണ്ടി പെട്ടെന്ന് ക്ലാസ്സിലേക്ക് തുറന്നു കയറുമ്പോഴത്തേക്കും പിള്ളേരെല്ലാം പോപ്മക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതായത് മേത്തൂടെ ഫുള്ള് കളറൊക്കെ എറിയുവാണ്. അപ്പൊ പോപ്മക്ക് പറഞ്ഞ ഞാനാന്ന് പറയുമ്പോൾ, ഓ ടീച്ചറായിരുന്നു, ഞങ്ങൾ ഓർത്തു അപ്പത്തെ ക്ലാസ്സിലെ പിള്ളേർ ഒളിഞ്ഞു നോക്കാൻ വന്നാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് പോപ്മക്കാണെങ്കിൽ ഡൺ വിത്ത് ലൈഫായിട്ട് ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങുവാണ്. അപ്പൊ ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ജി പറയുന്നുണ്ട്, സോറി ഇത് ഞാൻ പറയാൻ മറന്നുപോയി, ഇങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടായിരുന്നു, സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജി നിൽക്കുമ്പോൾ നമ്മുടെ പോപ്മക്ക് ക്ലാസ്സിനകത്തേക്ക് നോക്കുക. അകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സണ്ണാണ് തിരിഞ്ഞു നിന്നിട്ട് പിള്ളേർക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുക. ഈ ഡയലോഗ് ഇങ്ങനെ സണ്ണ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ പോപ്മക്കിന് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുവാണ്. ആൻഡ് അവിടെ കട്ട് ചെയ്ത് നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ സോളാർ ഒരു ഡ്രാമ പ്രാക്ടീസ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ സോളാർ ഇതുപോലത്തെ ആർട്സ് പോലത്തെ എന്തുവാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവന് എക്സാം ആയിട്ട് ഇതൊക്കെ ഉണ്ട്, ഡ്രാമ, ആക്ടിങ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ പ്രാക്ടീസ് റിഹേഴ്സൽ ചെയ്യുമ്പോൾ റിഹേഴ്സലിന് യൂസ് ചെയ്തേക്കുന്ന പാർട്ട്ണർ എന്ന് വെച്ചാൽ പോപ്മക്കാണ്, അതായത് അവരുടെ റൂമിൽ. ആൻഡ് പോപ്മക്കിനാണെങ്കിൽ ഒരു തേങ്ങയും തിരിയുന്നില്ല. പോപ്മക്ക് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പണിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുമ്പോൾ സോളാർ നിർബന്ധിച്ച് അവനെ വിളിച്ച് താഴെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇവർ മാസ്ക് ഇട്ടിട്ടുള്ള എന്തൊരു പ്ലേ ആണ്. അപ്പോൾ ആ പ്ലേയിൽ ഇങ്ങനെ ഇവർ കളിച്ച് വരുമ്പോൾ ഒരു കിസ് ചെയ്യുന്ന പോലത്തെ ഒരു പോർഷൻ ഉണ്ട്. ആൻഡ് കിസ് ചെയ്യാൻ അടുത്ത് വരുമ്പോൾ നമ്മുടെ സോളാർ പറയുന്നു, ശരിക്കും കിസ്സൊന്നും ചെയ്യേണ്ട, ആക്ട് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നമ്മുടെ പോപ്മക്ക് പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും കിസ് ചെയ്യണമെങ്കിലോ. അങ്ങനെ പറഞ്ഞവർ കിസ് ചെയ്യാൻ വേണ്ടി അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സോളാറിന് ഒരു കോൾ വരുവാണ്. ആൻഡ് നമ്മുടെ സോളാർ ഈ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് എക്സാമിന് ടൈമായി, ഞാൻ പോവാണ്, അപ്പോൾ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോളാർ ഇറങ്ങി ഓടുവാണ്. ആൻഡ് സോളാർ പോകുന്ന സമയത്ത് നമ്മുടെ പോപ്മക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സോളാർ ആണെങ്കിൽ ആ മാസ്ക് എടുക്കാൻ മറന്നുപോയി, സ്പീഡിൽ ഓടുക. ദെൻ പോപ്മക്ക് ആണെങ്കിൽ ഈ മാസ്ക് എടുത്തുകൊണ്ട് തിരിച്ച് സോളാറിൻ്റെ എടുത്തു പോവാം. അവിടെ സീൻ കട്ട് ചെയ്ത് റിഹേഴ്സൽ നടക്കുന്ന ആ ഒരു സ്ഥലത്താണ് കാണിക്കുന്നത്. നമ്മുടെ സോളാർ ഒന്നും മിണ്ടാതെ വറ്റത്തിരിക്കുന്നു. പോപ്മക്ക് ആണെങ്കിൽ സോളാറിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നു, എടാ നീ ഇത് എടുക്കാൻ മറന്നു, ഞാനത് കൊണ്ടുനേരം വന്നതാണ്. അപ്പോൾ നമ്മുടെ സോളാർ പറയുന്നു, എനിക്കിനി ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, ബിക്കോസ് എൻ്റെ പാർട്ട്ണറിന് ഡേറ്റ് മാറിപ്പോയിട്ട് അവൻ വേറെ എങ്ങോട്ടോ പോയി, എവിടെ ടൂർ എന്തോ കാര്യത്തിന് പോയി, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്ന് പാർട്ട്ണർ ഉണ്ടാവില്ല എന്ന് നമ്മുടെ സോളാർ പറയുന്നു. അപ്പോൾ നമ്മുടെ പോപ്മക്കിന് ആകപ്പാട് എന്തോ ആയിട്ട് വരുന്നത്, നിൽക്കുക, നിന്റെ ഡ്രാമ പോലത്തെ ആരെങ്കിലും, നിന്റെ സീൻ പോലത്തെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ അന്വേഷിക്കട്ടെ, ഞാൻ എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ നമ്മുടെ സോളാർ പെട്ടെന്ന് പോപ്മക്കിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നത്, നിനക്കൊന്നും ചെയ്തുകൂടെ എൻ്റെ കൂടെ എന്ന്. പോപ്മക്ക് ഇങ്ങനെ ഞാനോ എന്നൊരു രീതിയിൽ കാണിക്കുന്നത് കൊണ്ട് അവിടെ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും പ്രസന്റിലേക്ക് വരുവാണ്. പ്രസന്റ് എന്ന് പറയുമ്പോൾ വീടാണ് കാണിക്കുന്നത്. നമ്മുടെ സണ്ണ് സോളാറായി മാറിയിട്ടുണ്ട്. സണ്ണായി നിൽക്കുമ്പോൾ ഉപദ്രവിക്കുന്നതിന്റെ മുഴുവനും കൂടെ സോളാർ ആകുമ്പോൾ ഭയങ്കര സ്നേഹപ്രകടനമാണ്, ഉമ്മയും ബാപ്പയൊക്കെയാണ് അവിടെ വരുന്നത്. ദെൻ ഉമ്മയെല്ലാം കൊടുത്ത് ഇങ്ങനെ നമ്മുടെ സണ്ണ് ഒപ്പിച്ച കാര്യങ്ങളെല്ലാം പോപ്മക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ റിഹേഴ്സൽ ഡ്രാമയായി നമ്മുടെ സണ്ണാണ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത്, എന്തൊക്കെ അവൻ ഒപ്പിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പം നമ്മുടെ സോളാർ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ആലോചിക്കണം, എൻ്റെ കുട്ടിക്കാലമാണ് സണ്ണ്, അപ്പൊ നിനക്കറിയാലോ ഞാൻ എത്രത്തോളം ടാലന്റഡ് ആണ്, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എനിക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ നീ എന്നിൽ വിശ്വാസം അർപ്പിക്കും, ഞാൻ എന്തായാലും കുളവാക്കില്ല. അതുപോലെ എന്റെ കുട്ടിക്കാലത്തുള്ള എൻ്റെ തന്നെ ഒരു ജൂനിയർ വേർഷൻ ആണല്ലോ, അവനും എന്തായാലും കുളവാക്കില്ല, സണ്ണ് നല്ല വൃത്തിക്ക് ചെയ്യുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ സീൻ കട്ട് ചെയ്യുവാണ്. സീൻ കട്ട് ചെയ്ത് അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ സ്കൂളാണ് കാണിക്കുന്നത്. പിള്ളേർ റിഹേഴ്സൽ ചെയ്യുവാണ്. ആൻഡ് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു സ്നോ വൈറ്റിന്റെ അടുത്തോട്ട് നമ്മുടെ അവഞ്ചേഴ്സ് വന്നിട്ട് ചോദിക്കുന്നു, നീ ആരാണ്? അപ്പോൾ അവൾ ഞാൻ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞിട്ട്, സ്നോ വൈറ്റ് ആകെപ്പാടെ അടിമുടി മാറിയ സ്നോ വൈറ്റ് ആണ്. സ്നോ വൈറ്റിന്റെ കയ്യിൽ എന്തോ ഒരു ആയുധം പോലത്തെ സാധനമുണ്ട്. ആൻഡ് അവഞ്ചേഴ്സ് മിണ്ടിയാൽ അവന്മാരെ വെറുതെ വെടിവെച്ചിടുവാണ്.
ആൻഡ് അവഞ്ചേഴ്സ് എല്ലാം വെടിവെച്ച് നിലത്ത് വീഴുന്നു. സ്നോ വൈറ്റ് ആണ് ആകപ്പാടെ വൈൽഡായിട്ട് ഒരു ഗേളായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ അങ്ങ് ചെയ്യ് വെടിവെക്ക് എന്നുള്ള രീതിയിൽ ആകപ്പാടെ ഇപ്പം ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാലരമയിലെ മായാവി കഥയിലേക്ക് കൊച്ചി ടി വിയിലെ ഡോറാബുജി എങ്ങനെ കൊളാബറേഷൻ നടത്തിയാലുണ്ടാവും ആ ഒരു അവസ്ഥയിലുള്ള സാധനമാണ് അവിടെ നടക്കുന്നത്. പുറത്ത് നിന്ന് നമ്മുടെ പോപ്മക്കാണെങ്കിൽ ഒരു പ്രത്യേകതരം എക്സ്പ്രഷന്, അതായത് സാമ്പാർ ഒഴിച്ച് ചോറിലേക്ക് മോരുകറിയുടെ പകരം പായസം എടുത്തൊഴിച്ച് കുഴച്ച് തിന്ന ഒരു ഫേസ് എക്സ്പ്രഷനിലാണ് നമ്മുടെ പോപ്മക്ക് അവിടെ നിൽക്കുന്നത്. ഇവനിത് എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അവിടെ സീൻ കട്ട് ചെയ്യുവാണ്. അടുത്ത സീനിൽ നമ്മുടെ ടീച്ചർ ജിയും പ്രിൻസിപ്പാളും കൂടെ പിള്ളേർക്ക് ഡ്രാമയ്ക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടിന്റെ സെറ്റൊക്കെ പെയിന്റ് എടുത്ത് ശരിയായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ പോപ്മക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ ഇരുന്ന് ചെയ്യുന്നത്, ആൾക്കാർ വെച്ച് ചെയ്യിച്ചുവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നു, അതിനും വേണ്ട ഫണ്ടൊന്നും നമ്മുടെ അടുത്തില്ല, പേരൻസ് ഒന്നും അധികം ഫണ്ട് തരുന്നില്ല, സോ നമുക്ക് തന്നെ ചെയ്തിട്ട് കുറെ ചെലവ് ചുരുക്കാനുള്ള പരിപാടിയിലാണെന്ന്. ആ ടൈമിൽ നമ്മുടെ പ്രിൻസിപ്പളാണ് തലങ്ങും വിലങ്ങും നിന്ന് പെയിന്റ് അടിക്കുക. നമ്മുടെ ജിക്ക് OCDയുടെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം പറയുന്നു, ഇങ്ങനെയല്ല ഇങ്ങനെ വേണം പെയിന്റ് അടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരേ ഡയറക്ഷനിൽ പെയിന്റ് അടിച്ച് കാണിക്കുക. അപ്പം നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നത് എങ്ങനെ അടിച്ചാലും പെയിന്റ് അടിഞ്ഞാൽ പോലെ അതൊരു വൃത്തിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഞാൻ പ്രിൻസിപ്പാളാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജി പറയുന്നത്, പ്രിൻസിപ്പാൾ എന്നാൽ റെസ്റ്റ് എടുത്തോ, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത്. ഞാൻ പ്രിൻസിപ്പാൾ അവിടെ എഴുന്നേറ്റ് മാറി നിന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഈ അക്കാഡമിക് ഇയറിന് വേണ്ടതാണ്, ഇവനിത് അടുത്ത അക്കാഡമിക് ഇയർ ആകുമ്പോഴെങ്കിലും ശരിയാക്കിയ ഭാഗ്യം എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു ഓടി വന്നിട്ട് പറയുവാണ്, ടീച്ചർ പോപ്മക്ക് വേഗം ഓടി വരണം, അതായത് സണ്ണും എൽസയും തമ്മിൽ അവിടെ അടിയാവുകയെന്ന് പറഞ്ഞു. ഇവരുടെ ചങ്ക് കത്തിപ്പോകുന്നുണ്ട്. ഇവർ ഓടി ചെല്ലുമ്പോൾ ക്ലാസ്സിൽ എൽസ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ആൻഡ് നമ്മുടെ പോപ്മക്കാണ് കാര്യം പോലും ചോദിക്കാണ്ട് നേരെ സണ്ണിനെ വഴക്ക് പറയാണ്, നീ പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയാലേ അങ്കിൾ പറയുന്നത് കേൾക്കാണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വഴക്ക് പറയാണ്. അപ്പം നമ്മുടെ പ്രിൻസിപ്പാൾ പറഞ്ഞു, നിൽക്ക്, ആദ്യം നമുക്ക് പിള്ളേർ തമ്മിലുള്ള എന്താ പ്രശ്നം എന്ന് അറിയാം, എന്നിട്ട് നീ വഴക്ക് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു കൊച്ചു പ്രശ്നം വിവരിച്ചു കൊടുക്കുമെന്ന്. അതായത് എൽസ എന്ന് പറയുന്ന കുട്ടിക്കായിരുന്നു സ്നോ വൈറ്റ് മെയിൻ ലീഡ് വേണമെന്ന് താല്പര്യം. പക്ഷെ മെയിൻ ലീഡ് കിട്ടിയിരിക്കുന്നത് അറോറ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിക്കാണ്. ആൻഡ് സ്നോ വൈറ്റ് ആയിട്ട് നമ്മുടെ എൽസ പറയുന്നുണ്ട്, സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ സുന്ദരി ആയിരിക്കണം, നല്ല രസം ഉണ്ടാവണം, അറോറനെ കാണാൻ രസമില്ല, അതുകൊണ്ട് ഇവളല്ല സ്നോ വൈറ്റ് ആവേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സണ്ണിന് ദേഷ്യം വന്നൊരു സണ്ണ് പറയണം, നിന്നെ കാണാൻ വലിയ രസമൊന്നും എന്ന്. സോ നമ്മുടെ എൽസനെ സംബന്ധിച്ചിടത്തോളം സണ്ണ് എന്ന് പറഞ്ഞാൽ അവരുടെ സാറാണ്, അതായത് സോളാർ തന്നെയാണ്. അപ്പോൾ ഈ സാർ ഇങ്ങനെ പറയുമ്പോൾ കൊച്ചിന് പെട്ടെന്ന് ഹേർട്ടായി. ബട്ട് സണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൻ കുഞ്ഞാണല്ലോ, അവൻ്റെ ഒരു ഫ്രണ്ടിനെ അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ അവൻ തിരിച്ച് പറയുന്നതാണ്. ഇതും കൂടെ കേട്ടപ്പോൾ നമ്മുടെ പോപ്മക്കിന് നല്ല ദേഷ്യം വന്നു. പോപ്മക്കാണെങ്കിൽ സണ്ണാണ് മുമ്പ് നിൽക്കുന്നത് പോലും ബോധമില്ലാണ്ട് കുറെ ദേഷ്യപ്പെടുന്നുണ്ട്. അതായത് ഇങ്ങനെയാണോ നിന്റെ കൂട്ടുകാർക്ക് നീ കരയ്ക്കുകയാണോ ചെയ്യുന്നത്, ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നല്ല റോളുണ്ട്, ആൾക്കാരെ നല്ല രീതിയിൽ വേണം സംസാരിക്കാൻ, അല്ലാണ്ട് നിന്നെപ്പോലെ ഇങ്ങനെ ദേഷ്യപ്പെടുവല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സണ്ണിന് ദേഷ്യം വന്ന് സണ്ണ് തിരിച്ചു പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് അങ്കിൾ, എന്നോട് എപ്പോഴെങ്കിലും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ, എന്നോട് എപ്പോഴും വഴക്കിടാറില്ലേ പതിവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പോപ്മക്കിന് ദേഷ്യം വരുന്നു. പോപ്മക്ക് പറയുന്നു, ഞാൻ ഇന്ന് ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഈ സണ്ണിനെ ഡയറക്ടർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുവാണ്, സണ്ണല്ല ഇനി മുതൽ നിങ്ങൾ ഡയറക്ടർ എന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ സണ്ണിന് ദേഷ്യം എന്ന് പറയുന്നു, അങ്കിളെ ഹേറ്റ് ചെയ്യും, എനിക്ക് നിങ്ങൾ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പാൾ ചോദിക്കുന്നുണ്ട്, പോപ്മക്ക് നിനക്ക് ഓക്കെ ആണോ, സണ്ണ് പ്രശ്നം ഉണ്ടാക്കുക. പോപ്മക്ക് പറഞ്ഞു, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് പോപ്മക്ക് പോവാണ്. then അവിടെ സീൻ കട്ട് ചെയ്ത് വീടാണ് കാണിക്കുന്നത്. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ സണ്ണാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ആ റൂമിൽ കയറുന്നു, പോപ്മക്കിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലോട്ട് ഇടുക, കിടക്കാനുള്ള സാധനങ്ങളൊക്കെ. ആ പോപ്മക്ക് പറഞ്ഞോണ്ട്, എടാ തുറക്കട, എനിക്ക് കുളിക്കണം. അപ്പൊ തോർത്തും കൂടെ എടുത്ത് വെളിയിലോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് കഥ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പോപ്മക്ക് നോക്കുമ്പോൾ പൈപ്പ് കാണുന്നുണ്ട്. പോപ്മക്കിന് വേറെ വഴിയില്ല, പൈപ്പിലെ വെള്ളത്തിൽ, അതായത് അങ്ങനെ വാഷ് ബേസിന്റെ വെള്ളത്തിൽ വേണം തല കഴുകാൻ, ആ ഒരു വഴി മാത്രമേ അവിടെ ബാക്കി കാണുന്നുള്ളൂ. ദെൻ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം ആണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാറായി, സണ്ണ് സോളാറായി. ആൻഡ് പോപ്മക്ക് സോളാറിന്റെ മടി കിടന്നുകൊണ്ട് കഥകളെല്ലാം ഇങ്ങനെ പറയുവാണ്. ആ ടൈമിൽ നമ്മൾ സോളാർ വയ്ക്കുന്നുണ്ട്, എൻ്റെ തലയിൽ എന്താ വേറെ വേണം പറഞ്ഞു, ഞാനുള്ള ഡിഷ് വാഷ് ചെയ്യുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ തല കഴുകിയത്, അതുകൊണ്ടാണ് വേണം, വേറൊരു വഴിയില്ല, കുരുത്തങ്കട സണ്ണ് സമ്മതിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സോളാർ ഒരു കോൾ വരുന്നുണ്ട്. കോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൾ എടുക്കാൻ വേണ്ടി നമ്മൾ സോളാർ പോകുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ജി അവിടെ എന്തോ വലിയ പരിപാടിയാണ് സെറ്റിന്റെ. അപ്പൊ നമ്മുടെ ഇവൻ ചോദിക്കുന്നുണ്ട്, പോപ്മക്ക് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അവിടെ പരിപാടി? അപ്പൊ ജി പറയുന്നു, ഇപ്പൊ കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് വള്ളി പിടിച്ച് വലിക്കുമ്പോൾ കുറെ ഗിൽറ്റ് പേപ്പേഴ്സ് താഴോട്ട് വീഴുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയാൽ പോലെ ഇതിന്റെ പോലെ ആവശ്യമുണ്ടോ, ഇതൊക്കെ ഇന്നെങ്ങനെ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ നീ എനിക്കൊരു 4 മണിക്കൂറോ അല്ല 4 ദിവസം നിന്നാൽ മതി, ഒരു സെറ്റ് സാധനം ഞാൻ എടുത്തു തരാമെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോളാർ വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ അറോറയുടെ അമ്മയാണ് വിളിച്ചത്, അവൾക്ക് സുഖമില്ല, അപ്പൊ നാളെ നമുക്കൊന്ന് അവളെ കാണാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ പോപ്മക്ക് പറയാം, അതിന് നാളെ സോളാർ അല്ലല്ലോ, സണ്ണായിട്ടല്ലേ എഴുന്നേക്കുന്നത്, എങ്ങനെ ഞാൻ അവനെയും കൂട്ടി അവളെ കാണാൻ പോകും എന്ന് പറയുമ്പോൾ അവിടെ കൂടെ സീൻ കട്ടായി. പിന്നെ വീടാണേ കാണിക്കുന്നത്. അതായത് നമ്മുടെ സോളാർ തീരുമാനിക്കുന്നു അവൻ ഉറങ്ങുന്നില്ല, ഉറങ്ങി എഴുന്നേറ്റാലല്ലേ സണ്ണാവത്തുള്ളൂ. ആൻഡ് നമ്മൾ ചായയൊക്കെ കുടിച്ച് ഉറങ്ങാണ്ടിരിക്കാൻ സമയത്ത് നമ്മുടെ പോപ്മക്ക് വന്നിട്ട് വീരവാദം അടിക്കുവാണ്, ഇന്ന് ഞാനും നിന്റെ കൂടെ ഉറങ്ങുന്നില്ല. അപ്പോഴേ സണ്ണ് പറഞ്ഞു, കട്ടിൽ കണ്ടാ നീ ശവാന്ന്, നീ ഒരിക്കലും എഴുന്നേറ്റിരിക്കൂല. പക്ഷെ പോപ്മക്ക് ഫുൾ കോൺഫിഡൻസിൽ പറയുന്നു, ഇല്ല ഞാൻ ഉറങ്ങിയില്ല, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി ഞാൻ എഴുന്നേറ്റിരിക്കും എന്നൊക്കെ പറയുന്നു. ദെൻ അവിടെ സീൻ കട്ടായി കാണിക്കുന്നത് രാവിലെയാണ്. രാവിലെ എന്ന് വെച്ചാൽ ഒരു ഫോൺ കോൾ വരുവാണ്. നമ്മുടെ പോപ്മക്ക് നേരെ ബെഡിലാണുള്ളത്. ഫോൺ കോൾ കണ്ട് വേഗം എഴുന്നേൽക്കുമ്പോൾ അറോറയുടെ അമ്മയാണ് വിളിക്കുന്നത്.
ആൻഡ് ഇങ്ങനെ വേഗം കോൾ എടുത്തിട്ട് ഇവൻ എഴുന്നേറ്റ് ഓടി വന്ന് നോക്കുമ്പോൾ നമ്മുടെ സോളാർ അവിടെ അവൻ ഇരുന്ന് രാത്രി എവിടെയാണ് ഇരുന്ന് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവൻ പോപ്പയ്ക്ക് ചോദിക്കുന്നുണ്ട്, സോറി ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി, നിനക്ക് ഉറക്കക്ഷീണമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സോളാർ ഇങ്ങനെ ഇല്ല എന്ന് തല വിളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു നമുക്കൊന്ന് അറോറയുടെ വീട് വരെ പോവാം എന്ന് പറഞ്ഞിട്ട് അറോറയുടെ വീട്ടിലേക്ക് പോകുന്നു. ദെൻ സീൻ അവിടെ നിന്ന് അറോറയുടെ വീടാണ് കാണിക്കുന്നത്. ഈ കുട്ടീനോട് ഇവരവിടെ നിന്ന് സംസാരിക്കുവാണ്. ആൻഡ് നമ്മുടെ സോളാർ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ വരാത്തത്, ഇങ്ങനെ അടി ആയോണ്ടാണോ, എൽസിയായിട്ട് അടി ആയോണ്ടാണോ നോക്കുമ്പോൾ പറഞ്ഞു, അല്ല എനിക്ക് ശരിക്കും സുഖമില്ലാത്തതാണ്. അപ്പൊ ഇവർ പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് നിനക്കൊരു കുഴപ്പമുള്ളതായിട്ട് തോന്നില്ലല്ലോ. അപ്പൊ അറോറ പറയുന്നു, ആ കൊച്ചിന്റെ കാല് കാണിക്കുന്നു. അപ്പൊ കാല് ചെറുതായിട്ട് ആംഗിൾ ട്വിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് ഇങ്ങനെ പോയിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ വീക്കാണെന്ന് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. പിന്നെ എനിക്ക് സ്കൂളെല്ലാം മിസ് ചെയ്യുന്നുണ്ട്, ഓൾസോ എനിക്ക് എൽസേനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം പറഞ്ഞു, എന്നാ പിന്നെ നിനക്ക് വന്നൂടെ. അന്നേരം പറയുന്നു, ഞാൻ വരുവാണെങ്കിൽ എൽസയ്ക്ക് ഒത്തിരി സങ്കടമാകും, അവൾക്കായിരുന്നു സ്നോ വൈറ്റിന്റെ റോള് വേണ്ടത്, എനിക്ക് അവളെ സങ്കടത്തിൽ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സോളാർ പറയുന്നുണ്ട്, ദാറ്റ്സ് മൈ ലീഡ് ഗേൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ പോബ്ബയ്ക്ക് മനസ്സിലായി ഇവന്റെ കൂടെ ഉള്ളത് സോളാർ അല്ല സണ്ണാണ്. കാരണം നമ്മുടെ അറോറയാണ് ലീഡ് എന്നുള്ള കാര്യം ആകെപ്പാടെ സണ്ണിന് മാത്രമേ സോളാറിന് അറിയുന്ന കാര്യമല്ല. അപ്പൊ പെട്ടെന്ന് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ പോബ്ബയ്ക്ക് മനസ്സിലായി ഇത് സോളാർ അല്ല സണ്ണാണെന്ന്. ആൻഡ് നമ്മുടെ അറോറ പറയുന്നുണ്ട്, ടീച്ചർ പോപ്മെക് സണ്ണിന് ഇതിൽ വലിയ പങ്കൊന്നുമില്ല ഞങ്ങൾ തമ്മിലുള്ള അടിയിൽ, അതുകൊണ്ട് പുള്ളീനെ തന്നെ തിരിച്ച് ഒന്ന് ഡയറക്ടർ ആക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സണ്ണും പറയുന്നുണ്ട്, ഞാൻ ഇനി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നോക്കിക്കോളാം അങ്കിൾ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്ന രീതിയിലാക്കുന്നുണ്ട്. ദെൻ നേരെ തിരിച്ച് സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂളിലാണെങ്കിൽ പിള്ളേർക്ക് വേണ്ടി സെറ്റാക്കിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും സെറ്റൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അത് അവർക്കതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ദെൻ നമ്മുടെ സണ്ണാണെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് പോപ്മെക്കിന് അവരുടെ കഥ പറഞ്ഞു കൊടുക്കുവാണ്. പോപ്മെക്ക് ആണെങ്കിൽ പകുതി ഉറക്കത്തില്ല, ഹിസ്റ്ററി ക്ലാസ് കാണുന്ന പോലത്തെ ഒരു ലാഘവത്തിലാണ് ഇരിക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ ജി ഓടി വന്ന് പറയുന്നുണ്ട്, നമുക്കൊരു ട്രബിളിലാണ് നമ്മളിപ്പോൾ പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവർ ഓടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇവർ കാണുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സെറ്റെല്ലാം ഇങ്ങനെ പൊട്ടി മറിഞ്ഞ് കിടക്കുന്നതാണ്. ആൻഡ് പോപ്മെക്ക് പ്രിൻസിപ്പാളിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ പ്രിൻസിപ്പാൾ എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴായിരുന്നു ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് അതിന്റെ മെക്കാനിക് അതിന്റെ മണ്ടയിൽ കയറിയതാണ്, എല്ലാം കൂടി മറിച്ചിട്ടുകൊണ്ട് താഴെ വീണു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ ശരിക്കും പ്ലേ നടക്കേണ്ട ദിവസമാണ്, ഇനി അവർക്കൊന്നും ചെയ്യാനില്ല, എല്ലാം അങ്ങനെ തലങ്ങ് വിലങ്ങ് പോയി കിടക്കുക. ആൻഡ് ആ സമയത്ത് നമ്മുടെ സണ്ണാണെങ്കിൽ അതിലെ കൂടിയൊക്കെ നടക്കുക. അപ്പോൾ നമ്മുടെ പോപ്മക്ക് ചോദിക്കുന്നുണ്ട്, സൺ നമുക്ക് വേറൊരു ദിവസത്തേക്ക് ആക്കിയാലോ പ്ലേ, ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ഒരു കറുത്ത കളർ കാണുമ്പോൾ സണ്ണിന് എന്തോ ഐഡിയ വന്നിട്ട് സണ്ണ് ബേസ്മെന്റിലേക്ക് ഓടുവാണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മുടെ പ്രിൻസിപ്പാളും പോപ്മക്ക് ഓടി വരുന്നുണ്ട്. ആൻഡ് കുറച്ച് കറുത്ത പെയിന്റ് എടുത്ത് പോപ്മക്കിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ടീച്ചർ ജീന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ് സണ്ണ് ഓടിച്ചു വിടുന്നുണ്ട്. ആൻഡ് സണ്ണ് വേറെ കുറച്ച് കളർ തപ്പുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പാൾ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നമ്മുടെ സണ്ണ് പറയുന്നുണ്ട്, ആന്റി എന്തോ വായി നോക്കി നിൽക്കുക, അത് എടുത്തോണ്ട് പോവാ. പ്രിൻസിപ്പാൾ ഞാൻ പ്രിൻസിപ്പാൾ എന്നും പറഞ്ഞിട്ട് പ്രിൻസിപ്പാളും കുറെ കളർ എടുത്തോണ്ട് ഓടുന്നുണ്ട്. ആൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സണ്ണാണെങ്കിൽ കുറച്ച് കറുത്ത കളർ എടുത്തിട്ട് നമ്മുടെ ജിയുടെ മുഖത്ത് തേച്ച് വെക്കുന്നുണ്ട്. അപ്പൊ ജി ആണെങ്കിൽ ഇവൻ ഇതെന്താ ചെയ്യുന്നത് എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പോപ്മെക്കിന് മനസ്സിലായി എന്താണ് സൺ ഉദ്ദേശിക്കുന്നതെന്ന്. ദെൻ അവിടുന്ന് സീൻ കട്ടായിട്ട് ഡ്രാമ പ്ലേ നടക്കുവാണ്. ആൻഡ് പ്ലേയിൽ നമ്മുടെ അവഞ്ചേഴ്സ് വരുന്നു, സ്നോ വൈറ്റ് വരുന്നു, ഇങ്ങനെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീച്ചേഴ്സ് എല്ലാം ഹാപ്പി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മളെ കാണിക്കുക നമ്മുടെ ജീനെ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ, ഈ സ്നോ വൈറ്റ് ഒക്കെ വരുമ്പോൾ ഈ തലയിൽ കൂടെയൊക്കെ ഈ പൂവൊക്കെ വലിച്ചിങ്ങനെ പുറകെ എറിയണ്ടേ, അത് ജി എന്തോ ടെക്നോളജി ചെയ്ത് വെച്ചിട്ട് അതൊക്കെയല്ലേ ഒടിഞ്ഞു പറഞ്ഞ് വീണത്. അപ്പൊ ജിക്കാണെങ്കിൽ ബ്ലാക്ക് കളർ അടിച്ചിട്ട് അവനെ കയറ്റി വിട്ടേക്കാം. അപ്പൊ അവരെ കാണത്തുമില്ല. ഈ സ്നോ വൈറ്റ് വരുമ്പോൾ ഇവന് ഇതിടാം, അതൊരു കോമഡി ക്യാരക്ടർ പോലത്തെ ഒരു സംഭവമായി ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആൻഡ് നോക്കുമ്പോൾ നമ്മുടെ എൽസേനെ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ പോപ്മക്ക് ചോദിക്കുന്നുണ്ട്, എൽസ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു ഞാൻ ചെറുതായിട്ട്, അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുക. അതായത് എൽസയുടെ റോൾ എന്ന് പറയുന്നത് ഒരു മരമായിരുന്നു. ആൻഡ് എൽസയുടെ അടുത്തോട്ട് അറോറ ചെല്ലുമ്പോൾ എൽസ പറയുന്നുണ്ട്, സോറി നിന്നെ അഗ്ലിന്ന് വിളിച്ചതിൽ ഞാൻ അങ്ങനെ വിചാരിച്ച് വിളിച്ചതല്ല. അപ്പോൾ അറോറ പറയുന്നുണ്ട്, എനിക്കും തന്നെ റോള് ചെയ്യാൻ താല്പര്യമില്ല, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് മെയിൻ ലീഡ് ചെയ്യുന്നതായിരുന്നു എനിക്ക് താല്പര്യം എന്ന് അറോറ പറയുന്നുണ്ട്. ഇത് നമ്മുടെ സണ്ണ് കേൾക്കുന്നുണ്ട്. ആ ടൈമിൽ സണ്ണിന് എന്തോ ഐഡിയ വരുന്നുണ്ട്. വീണ്ടും തിരിച്ച് നമ്മൾ പ്രസന്റിലേക്കാണ് കാണിക്കുന്നത്. പ്രസന്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സണ്ണാണെങ്കിൽ പറയുന്നു ഇപ്പൊ വരും. അപ്പൊ നമ്മുടെ കഥ അവിടെ കാണിക്കുവാണ്. ആ കഥയിൽ സ്നോ വൈറ്റ് ഒരു പ്രത്യേക തരം മരുന്ന് കുടിച്ച് കഴിയുമ്പോൾ സ്നോ വൈറ്റ് ഡബിൾ ആവുകയാണ്. എന്നിട്ട് ആ രണ്ട് സ്നോ വൈറ്റിൽ ഒന്ന് നമ്മുടെ എൽസയും മറ്റേ താര പറയും, അങ്ങനെ രണ്ട് മെയിൻ ലീഡ് വരുവാണ്. അപ്പൊ പിള്ളേർക്കെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. അങ്ങനെ അവഞ്ചേഴ്സിനെ അവരെല്ലാം അടിച്ചിടുവാണ് നമ്മുടെ സ്നോ വൈറ്റ്, ആപ്പിളൊക്കെ വെച്ച് എറിഞ്ഞിടുവാണ് സ്നോ വൈറ്റ്. അപ്പൊ പിള്ളേരെല്ലാം ഇത് കണ്ട് ചിരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, നല്ല കറക്റ്റ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഇവൻ ചോദിക്കുന്നുണ്ട്, പോപ്മക്ക് ചോദിക്കുന്നുണ്ട്, ഇത്ര വിയേഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നിനക്ക് നിന്റെ തലയിൽ വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സണ്ണ് പറയുന്നുണ്ട്, അതായത് സംഭവം എന്താക്കി എന്നതിലല്ല ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടോ അതിലാണ് കാര്യമെന്ന്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പോപ്മക്ക് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് ആലോചിച്ച് പോകുന്നുണ്ട്. അതായത് അന്ന് ആ ഒരു ഡ്രാമയുടെ ഒരു ഫ്ലാഷ് ബാക്ക് നിർത്തിയ സ്ഥലമുണ്ടല്ലോ, നിനക്ക് എൻ്റെ കൂടെ അഭിനയിക്കാമോ. ആൻഡ് അവിടുന്ന് ബാക്കിയാണ് കാണിക്കുന്നത്. നമ്മുടെ പോപ്മെക്ക് ഓക്കെ പറഞ്ഞു, നമ്മുടെ സോളാറിന്റെ ആക്ടിങ്ങിന്റെ പാർട്ട്ണർ വന്നിട്ടില്ല. അപ്പൊ പോപ്മെക്ക് ഓക്കെ പറഞ്ഞിട്ട് കയറുവാണ് സ്റ്റേജിൽ. ആൻഡ് ഇവരോട് കയറുമ്പോൾ ടെൻഷനായിട്ട് പെട്ടെന്ന് നമ്മുടെ പോപ്മെക്കിന് എന്ത് പറ്റി, മാസ്ക് കയ്യിൽ നിന്ന് പൊട്ടിപ്പോവാണ്. അപ്പൊ നമ്മുടെ സോളാർ ഒരു തുണി വെച്ച് എന്തോ കെട്ടുക. അപ്പോൾ നമ്മുടെ പോപ്മെക്കിന് മുഖത്ത് കെട്ടുക. പോപ്മെക്ക് പറയുന്നു, നിനക്കിത് നാണക്കേടാവില്ല, ഞാനിത് കുളവാക്കൂല പറഞ്ഞു.
ഇതിലല്ല കാര്യം, എന്ത് ചെയ്യുന്നു എന്നല്ല കാര്യം, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടോ അതിലാണ് കാര്യമെന്ന്. അപ്പൊ ഈ ഡയലോഗ് തന്നെയാണ് നമ്മുടെ ഇവനോട് പറയുന്നത്. ദെൻ ഇവിടെ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് പ്രസന്റ് മാറി മാറി മാറിയാണ്. ഫ്ലാഷ് ബാക്കിൽ ഇവരുടെ ഡ്രാമ ഇങ്ങനെ നടക്കുന്നു, പ്രസന്റിൽ പിള്ളേരുടെ ഡ്രാമ നടക്കുന്നു. ഇവരുടെ ഡ്രാമ, പിള്ളേരുടെ ഡ്രാമ, ഇവരുടെ ഡ്രാമ, പിള്ളേരുടെ ഡ്രാമ, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ തന്നെ നിർത്തിയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ ലാസ്റ്റ് ഡ്രാമയിൽ ആ ഒരു കിസ്സിങ് സീൻ വരെ കൊണ്ടുവന്നു, എന്നിട്ട് ഡ്രാമ നിർത്തുന്നു. അപ്പൊ ഇവരുടെ ഡ്രാമയുടെ ഒക്കെ മാർക്ക് ഇടുന്ന ഒരു സാർ ഉണ്ടാവുമല്ലോ. അപ്പൊ സാറ് ചോദിക്കുന്നുണ്ട്, ഇവൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ പോപ്മക്കിനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോളാർ പറയുന്നു, ഇതെന്റെ റൂംമേറ്റ് ആണ്, എന്റെ പാർട്ട്ണർ വന്നില്ല, അതുകൊണ്ട് ഞാൻ സഹായത്തിന് വേണ്ടി കൊണ്ടുവന്നാന്ന് പറയുന്നു. ആൻഡ് പറയുന്നു, നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണെന്ന് നോക്കുമ്പോൾ യെസ് ഞങ്ങൾ വെറും ഫ്രണ്ട്സ് തന്നെയാന്ന് പറയും. പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. ദെൻ ഡ്രാമ കഴിഞ്ഞ് ഇവർ ബാക്ക് സ്റ്റേജിലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ സോളാർ ഭയങ്കര ഹാപ്പിയാണ്, ബട്ട് പോപ്മക്ക് തീരെ ഹാപ്പിയല്ല. കാരണം ജസ്റ്റ് ഫ്രണ്ടാന്നാണ് പറഞ്ഞത്. പോപ്മക്ക് മോന്ത വെറുപ്പിച്ചിരിക്കുക. സോളാർ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോന്ത വെറുപ്പിച്ചിരിക്കുന്നത്? പോപ്മക്ക് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സോളാർ പറഞ്ഞു, കണ്ടാൽ അറിയാം, അതുകൊണ്ട് വേഗം കാര്യം പറഞ്ഞു, ഞാൻ നിനക്ക് ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമാണോ എന്ന് പോപ്മക്ക് അപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പൊ സോളാർ പറയുന്നു, ഞാൻ ഇന്ന് നിന്നെ വല്ലാണ്ട് ട്രസ്റ്റ് ചെയ്തതിന്റെ അതിന്റെ ഫലം എനിക്ക് കിട്ടുകയും ചെയ്തു. നീ നല്ല രീതിയിൽ സ്റ്റേജിൽ കയറി കളിച്ചു. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്നെയും ട്രസ്റ്റ് ചെയ്യണം. അപ്പൊ അവൻ എന്തിനാണ് ട്രസ്റ്റ് ചെയ്യണം പറഞ്ഞു, ഞാൻ നിന്നെ ഇന്നു മുതൽ എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ആയിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും, അതുകൊണ്ട് നീ അങ്ങനെ എന്നെ ട്രസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവനിങ്ങനെ, ഈ ബോയ് ഫ്രണ്ടോ, നീ ഇത്ര നേരം പറഞ്ഞ ബോയ് ഫ്രണ്ട് അല്ലെന്നാണല്ലോ. അത് അത്ര നേരമാണ്, ഈ നിമിഷം തൊട്ട് നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഇവരൊരു കിസ് അടിക്കുവാണ്. കിസ് അടിക്കുമ്പോൾ കറക്റ്റ് സ്റ്റേജ് ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്. അപ്പൊ ആൾക്കാരെല്ലാം കാണുന്നത്. അപ്പൊ സാർ അവിടുന്ന് വിളിച്ചു ചോദിക്കുന്നത്, നീ അല്ലേടാ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന്. അപ്പോൾ നമ്മുടെ സോളാർ പറയുന്നു, ഇത്ര നേരം ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾ ബോയ് ഫ്രണ്ട് ആയത് എന്ന് പറഞ്ഞിട്ട് അവിടെ സിൻ കട്ട് ചെയ്ത് തിരിച്ച് പ്രസന്റിലേക്ക് വരുവാണ്. പ്രസന്റിലെന്ന് പറഞ്ഞാൽ ഡ്രാമ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ആൻഡ് ഇവിടെ പിള്ളേര്, അതായത് നമ്മുടെ എൽസയുടെ അമ്മ കൂട്ടാൻ വന്നു. വണ്ടിയിലിരുന്ന് എൽസയുടെ അമ്മ ഇങ്ങനെ ഇവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ആൻഡ് എൽസയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിന്നെ അഗ്ലി എന്ന് വിളിച്ച് നിന്റെ കൂട്ടുകാരൻ ഏതാന്ന്. അപ്പൊ എൽസ സണ്ണാന്ന് പറഞ്ഞിട്ട് സോളാറിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പൊ ഇവരുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇത് സോളാർ അല്ലേ? അപ്പൊ നല്ല ഇത് സണ്ണാന്ന് പറയുന്നു. ആൻഡ് ആ പെണ്ണുങ്ങളുടെ മുഖത്ത് എന്തൊക്കെയോ കുറച്ചൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ലുക്ക് കാണിച്ചിട്ട് ആ സീൻ അവിടെ കട്ട് ചെയ്യുവാണ്. ദെൻ നേരെ നമ്മുടെ ടീച്ചേഴ്സ്, അതായത് ടീച്ചർലി, പ്രിൻസിപ്പാള് ആൻഡ് പോപ്മയ്ക്ക് ഇരുന്ന് എന്തോ ഫുഡ് എന്തോ ഉണ്ടാക്കുവാണ്. നമ്മുടെ സണ്ണ് കിടന്ന് ഉറങ്ങുവാണ്. ആൻഡ് ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ഡ്രാമ ഇങ്ങനെയൊന്നും കൊളാവുമെന്ന് വിചാരിച്ചു, എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിച്ചു, ഭാഗ്യത്തിന് സമാധാനത്തോടെ എല്ലാം റെഡിയായി എന്നിങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നു, എനിക്കിത് ബേസ്മെന്റിൽ നിന്ന് ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഗിറ്റാർ എടുത്ത് കൊണ്ടിരുന്നു. ആൻഡ് ആ ടൈമിൽ നമ്മുടെ ജി പറയുന്നുണ്ട്, ഇവൻ നല്ലോണം ഗിറ്റാർ വായിക്കുന്നതായിരുന്നു ഈ പോപ്മക്ക്, ഇവൻ എൻ്റെ ഇടയ്ക്ക് കിട്ടിയത് എന്താ കാര്യം ഒന്നും അറിയത്തില്ല. ആൻഡ് നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, CD പോയ സ്ഥിതിക്ക് നീ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും, ചിലപ്പം ഇതിലൂടെ ഇങ്ങനെ വായിക്കുമ്പോൾ അവൻ എഴുന്നേറ്റാലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇവൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. അതായത് സോളാർ എഴുന്നേറ്റ് വരുന്നുണ്ട്. സോളാറായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ദെൻ അവരവിടെ ഒന്നിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിൻസിപ്പാളും ജിയും പറയുന്നുണ്ട്, കിസ്സടിക്ക് എന്ന് പറയുന്നുണ്ട്. അതെന്തോ റൊമാൻറ്റിക് സീനോടെ വന്നപ്പോൾ കിസ്സടിക്ക് പറയുന്നുണ്ട്. നമ്മുടെ പോപ്മക്കിനാണെങ്കിൽ ഭയങ്കര നാണമാണ്, ബട്ട് നമ്മുടെ സോളാറിന് ഭയങ്കര നാണമൊന്നുമില്ല. അതിന് ഒരു കിസ്സടിക്കുന്ന പോപ്മക്ക് ഒന്ന് മതി അവർ പിന്നെ കിസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദെൻ അവർ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ആ ഒരു എപ്പിസോഡ് 4 അവിടെ എൻഡ് ചെയ്യുവാണ്. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓൾസോ ഞാൻ എപ്പിസോഡ് 5 എക്സ്പ്ലനേഷനുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ബൈ.